നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രിയെ കുറിച്ചാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ മച്ചാൻ വ്ളോഗ്സ് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഗണേഷ് കുമാർ ഒരു മന്ത്രി എന്നാൽ എന്താണ് എന്ന് കാണിച്ചു തന്നു. കാരണം അയാൾ ഈ മന്ത്രി പദം അലങ്കരിക്കുന്നതിന് മുമ്പ് ആ ഒരു വ്യവസായം നഷ്ടത്തിലായിരുന്നു. ഡ്രൈവർമാർക്കോ കണ്ടക്ടർമാർക്കോ ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നില്ല. ശരിയല്ലേ? അതൊന്നും സമരം തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? എല്ലാവർക്കും ശമ്പളം കിട്ടുന്നുണ്ട്, ഒരു സമരമില്ല, ഒന്നുമില്ല. വളരെ സ്മൂത്തായിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുപോകുന്നുണ്ട്. അത് ആരുടെ കഴിവാണ്? നിങ്ങൾ പറയും, അത് ആരുടെ കഴിവാണ്? നിങ്ങൾക്ക് അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ അത് ആരുടെ കഴിവാണ്? പിന്നെ ഇപ്പോൾ ഈ പുതിയ 250 ബസ്സുകൾ വാങ്ങിയിട്ടുണ്ട്. അത് നല്ല കാര്യം. നമ്മൾ KSRTC യാത്ര ചെയ്യുമ്പോൾ തുരുമ്പ് കൈമുകൊണ്ട് കൈകുട്ടി അങ്ങനെയുള്ള ഒരുപാട് ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ബസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗണേഷ് കുമാറിൻ്റെ ഒറ്റൊരു വൈബാണ് ഈ സംഭവം ഇങ്ങനെ ആവാൻ കാരണം. ശരിയല്ലേ? അപ്പോൾ ഗണേഷ് കുമാർ ഇനി മുന്നോട്ട് നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകണം, ഈ പ്രസ്ഥാനം കൊണ്ടുപോകണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ അടുത്തൊരു മന്ത്രിസഭ വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ളൊരു മന്ത്രിസഭയാണെങ്കിൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വകുപ്പായിക്കോട്ടെ, അതുപോലെ ഒരുപാട് വകുപ്പുകളുണ്ടല്ലോ. ഈ ഗതാഗതം എന്താണ് ഗതാഗതം? ഇപ്പോൾ നമ്മുടെ അവസ്ഥ, ഒരു റോട്ടിൽ കൂടെ മര്യാദയ്ക്ക് പോകാൻ പറ്റുന്നില്ല. ശരിയല്ലേ? ഒരു റോഡ്, നല്ല റോഡുണ്ടോ നമുക്ക്? ഒരു റോഡിൽ ആദ്യം തന്നെ നമ്മുടെ റോഡിൻ്റെ അഴിമതി, ആ റോഡിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ആരാ ഭരിക്കണേ? അയാൾ മന്ത്രിയാണ്. അയാളെ പിടിച്ച് കാല് വാരി താഴെ ഇറക്കണം, അയാൾ കാല് വാരണം. ഒന്നിനും ഉപയോഗമില്ലാത്ത കുറേ മന്ത്രിമാരുണ്ട്, മനസ്സിലായ? ഗണേഷ് കുമാറിനെ പോലൊരു മന്ത്രി ആയാലാണ് നമുക്ക് ജനങ്ങൾക്ക് കാര്യമുള്ളൂ. ഇവന്മാരൊന്നും ഒരു കാര്യമില്ല, മനസ്സിലാവണ്ട? എന്ത് നേട്ടങ്ങളും നമുക്ക് പറയാൻ പറ്റും, ഇന്ന പോലെ തന്നെ അത് ചെയ്തു, ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയില്ല. അപ്പോൾ അവസ്ഥ വരാതിരിക്കാനായിട്ട് നമ്മൾ ജനങ്ങളാണ് നോക്കേണ്ടത്, മനസ്സിലാവണ്ട? നമ്മൾ ജനങ്ങളെന്ന് നന്നാവണോ അന്നാണ് ഈ മന്ത്രിമാർ നന്നാവുള്ളൂ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? ആദ്യം ജനങ്ങൾ നന്നായാലേ മന്ത്രിമാർ നന്നാവുള്ളൂ. നമ്മൾ ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്തില്ലെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകണില്ലേന്നാണ്, മനസ്സിലാവണ്ട? ഇതെന്താണ് ഇങ്ങനെ? നമ്മൾ ചോദ്യം ചെയ്താലാണ് കാര്യമുള്ളൂ. നമ്മളിപ്പോൾ ഓഫീസിലേക്ക് പോകണം. ഇപ്പം നമുക്ക് റോട്ടിൽ കൂടെ പോകാൻ പറ്റുന്നൊരവസ്ഥ, റോഡൊക്കെ ആകെ സീനായിട്ട് കിടക്കുക. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളതിനെ പ്രതികരിക്കണം, മനസ്സിലാവണ്ട? അങ്ങനെ പ്രതികരിച്ചാലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. അങ്ങനെ അപ്പം അവർക്കൊരു പേടി വരും. ജനങ്ങൾ ചോദ്യം ചെയ്യാനുണ്ടോ? അത് സാറേ അത് അങ്ങനെ ചെയ്തോളൂ, ഇങ്ങനെ ചെയ്തോളൂ മന്ത്രിമാർ പറയും. കാരണം മന്ത്രിമാർക്കറിയാം ജനങ്ങൾ ഇപ്പോഴും ജനങ്ങളിൽ ഒരു കൂട്ടം കഴുതകളുണ്ടെന്ന് താഴെത്തട്ടിൽ, മനസ്സിലാകണ്ടോ? പിന്നെയുള്ളത് ഈ മേലെത്തട്ടിലുള്ള ഒരു വിഭാഗം ചോദിക്കാമെന്നും പറയാം, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു ടീമുണ്ട്, അവരാണ് ചോദ്യം ചെയ്യണത്, മനസ്സിലാവണ്ട? മറ്റുള്ളൊരു മേലെത്തട്ടിലുള്ള ആൾക്കാർ സൈലൻ്റായിട്ട് പ്രതികരിക്കുള്ളൂ. ഇതിൻ്റെ മൂന്നിൻ്റെ ഇടയിൽ നിൽക്കുന്ന ടീമുണ്ട്, അവരാണ് കാര്യങ്ങൾ രംഗത്തിറങ്ങി ഇതെന്താ ഇങ്ങനെയാണെന്ന് ചോദിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ജനങ്ങളാണ് ചോദിച്ചാലാണ് കാര്യങ്ങളുള്ളൂ, മനസ്സിലാവണ്ട? അപ്പോൾ നിങ്ങളിപ്പോൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ റോഡും കാര്യങ്ങളൊക്കെ നന്നാവണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുകൊണ്ട് എന്തുണ്ടാവും, ഈ വീഡിയോ എല്ലാവർക്കും എത്തുമ്പോൾ മെയിനായിട്ട് മന്ത്രിമാർ അവരൊക്കെ അറിയും. അപ്പോൾ അങ്ങനെ വീഡിയോ വൈറലായി കഴിഞ്ഞാൽ അപ്പോൾ നിലവിൽ എന്തുണ്ടായിരിക്കും? ഇനി നമുക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ചിന്താഗതി വരും, മനസ്സിലാവണ്ട? അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു.